അല്ല തക്ബീർ കൊടുത്ത് നാളെ വരുന്നേ പാഞ്ഞു പോയിട്ട് ഇവിടുത്തെ പോരാളിനോട് ചെല്ലും. പക്ഷെ ഓള് നേരത്തെ അറിഞ്ഞിട്ട് വിത്തറിന്റെ അരിയെല്ലാം സെറ്റ് ആക്കിയിട്ട് പോവാൻ നിൽക്കുന്നത്. ഉൾറും എല്ലാവരും നേരെ വിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന ബൈക്ക് ഒരു കണ്ണൂർ കോക്ടെയില്ല അത് നിർത്ത പോലത്തെ ഇപ്പം മധുരം കൂട്ടിയിട്ട് അവർ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് വിത്തൗട്ട് കുടിച്ചിട്ട് നേരെ നടന്നു കണ്ണൂർക്കാരുടെ ഡ്രസ്. നാളത്തെ ഡ്രസ്സിലേക്ക് ഇടാൻ തട്ടൂല അങ്കൂല ഓൾക്കൂല. അപ്പൊ നേരെ പോയിട്ട് തട്ടോ എടുക്കാൻ പോയി. അവന്റെ പാറാട്ടത്തിന് പിന്നെ ഒരു കുറവില്ല. പെരുന്നാൾ രാത്രി അങ്ങനെ തോന്നുന്നു. എന്റെ വീഡിയോ കണ്ടിട്ട് റസിന് ആൾക്കാർ തിരിച്ചറിഞ്ഞ അതിന്റെ ബമ്പ അതിന് കുഞ്ഞുമോൾക്ക് എന്ത് മോശമല്ലേ പുള്ളറല്ലേ ബമ്പാക്കട്ടെ കഴിഞ്ഞത്രല്ലേ ബമ്പാക്കുന്നത്. എല്ലാ പെരുന്നാളിനെ പോലത്തെ കാലിന്റെ തപ്പിൽ കുറെ തപ്പിട്ട് ലാസ്റ്റ് ഒന്ന് എടുക്കാണ്ട് വന്നു. ഞാൻ അല്ലെങ്കിൽ ഞാൻ ബഗിട അതെല്ലാം കഴിഞ്ഞ് അരി കൊടുക്കാനായിട്ട് നേരെ വിട്ട് സിറ്റിയിലേക്ക്. ആടേനും സംഭവം ഉള്ളത് ചെക്കൻ ഏതാ വൈബ് അമ്പാനി വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പക്ഷെ എന്താ അതിനേച്ച് വെള്ളം വെക്കുന്ന സൈഡ് അപ്പൊ എന്തോ ഒരു ചൂട്. ആടുന്നത് മല്ലിക മേങ്ങാൻ പോയി. ഞാൻ കുറെ മണിപ്പിക്കാൻ തോന്നില്ല. ഇത് മണിപ്പിച്ച് എന്റെ നേരെ 200 രൂപന്റെ മല്ലിക ആയിരിക്കും എന്റെ മൂക്കിന്റെ ഉള്ളിൽ. ഈ മുക്കണ്ടത്തെ ഞങ്ങൾ 200 രൂപ കൊടുത്തിട്ട് മേങ്ങി ആരും വിശ്വസിക്കത്തെ റസിന്റെ ടേസ്റ്റിലത്തെ മന്തി വെച്ച് നേരെ മൈലാഞ്ചി വെക്കാൻ കഴിഞ്ഞു. കലാപരമായ കഴിവ് ഒരുപാട് അങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല. ആള് അങ്ങനെ എനിക്ക് ആൾത്തണിച്ചിട്ട് അടലാണെന്നാ മതി. റബ്ബേ ഈ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ.